ഹലോ, നമുക്കിന്ന് ഒരു മസാല കടല റെഡിയാക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു 150 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി അത് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റാം. കടല ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊരു 5 വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പം കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചതച്ചതും ഒരു 1/4 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി ചതച്ചതും 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുമ്പോഴുള്ള വെള്ളം ഇതിലേക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കടലയിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കടലയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ പോയി മസാലയൊക്കെ നല്ല രീതിയിൽ കടലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിലും ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.